എക്സലൻറ്റ് എജു അക്കാഡമിയുടെ PSC കോച്ചിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ശതമാനം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു കൊടുത്തു. ഏകദേശം 3 ടൈപ്പ് വരെ നമ്മൾ പഠിച്ചു. അടുത്ത 4ാമത്തെ ടൈപ്പ് ചോദ്യങ്ങളാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ ബേസിക്സാണ് പറഞ്ഞത്. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ബേസിക്സും കുറച്ച് പ്രോബ്ലംസും പറഞ്ഞു. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടൈപ്പാണ്. ആ ടൈപ്പിലേക്ക് നമുക്ക് പോകാം. നോക്കിയോ, ഒരു സംഖ്യയുടെ 10% 20% എന്ന് പറയുന്ന 10 ആയാൽ സംഖ്യ എന്തുവാ? അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ പകുതിയുടെ 30% എന്നൊന്ന് 60 ആയി കഴിഞ്ഞാൽ സംഖ്യ എന്തെന്നൊക്കെ ചോദ്യം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വീണ്ടും ഞാൻ പറയുന്നു, ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യാം. ഞാൻ ചില സ്ഥലങ്ങളിൽ നിങ്ങളടുത്ത് പറയും, എടാ ഇവിടെ ഷോർട്ട് കട്ട് നിങ്ങൾ ഉപയോഗിക്കും. ചില സ്ഥലങ്ങൾ നിങ്ങളടുത്ത് പറയും, നിങ്ങളിവിടെ ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ നിൽക്കേണ്ട, നിങ്ങൾ ഡയറക്റ്റായിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ എക്സെറ്റ് ചെയ്താൽ മതി എന്ന് പറയും. അത്തരം സ്ഥലങ്ങളിൽ ഞാൻ മാക്സിമം ഷോർട്ട് കട്ടിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. നമുക്ക് 90% പ്രോബ്ലമിന് ഷോർട്ട് കട്ട്സ് തന്നെ ചെയ്യാം. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിച്ചാൽ തിരിഞ്ഞു പോകാൻ, തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ അത്തരം ചോദ്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും നിങ്ങളെ ഷോർട്ട് കട്ടിലേക്ക് നിങ്ങളത് തള്ളി വിടില്ല. സോ അത്തരത്തിലുള്ളൊരു അടുത്ത ചോദ്യമാണിതെന്ന് പറയുന്നത്. ഒരു സംഖ്യയുടെ 10% 20% 10 ആയി കഴിഞ്ഞാൽ സംഖ്യ എന്തെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ടുണ്ട്. അത് വേണ്ട തൽക്കാലം നമ്മൾ ചെയ്യുന്ന ഡയറക്റ്റ് മെത്തേഡിലാണ്. ഒരു സംഖ്യ നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ എന്തും എടുക്കും? എക്സ് എന്നെടുക്കും. അപ്പോൾ ആ സംഖ്യയുടെ 10% 20% എന്ന് പറയുന്നതാണ് 10. ശരിയല്ലേ? ഇനി ഇതിന് നമുക്ക് ബൈ 100 ഇട്ട് പോകുന്നതല്ലേ നല്ലത്? എക്സ് ഇൻറ്റു 10/100 ഇൻറ്റു 20/100 എന്ന് പറയുന്നതാണ് 10. ഇനി അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയുള്ളമാരെ തൂക്കിയെടുത്ത് അപ്പുറത്തോട്ട് പോകും. ഡിവൈഡ് ചെയ്തേക്കുന്ന 2 100 വന്ന് മുകളിൽ പോവും. മുകളിൽ കിടക്കുന്ന 10 20 ഇവിടെ വരും, താഴെ വരും. ബാക്കി 10 10 വെട്ടിപ്പോയി. 20 കൊണ്ട് 100നെ വെട്ടിയ 5, ബാക്കി 5 × 100 500. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 500ൻ്റെ 10% 20% 10 എന്ന് പറയുന്നത്. ഇതൊരു വഴി. അല്ലാതെ വേറൊരു വഴിയുണ്ട്. എന്താണ് ആ വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ നടിക്കാം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ. ആ 4 ക്വസ്റ്റ്യനിലെയും 4 എണ്ണത്തിൻ്റെയും എന്ത് ചെയ്യുക? 10% 20% എടുത്ത് നോക്കുക. നമുക്ക് 10 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയും ചെയ്യാം. പക്ഷെ അതാകുമ്പോഴുള്ള പ്രശ്നം, 4 നമ്പറുകൾ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം അതിലേക്ക് പോകാത്തത്. ഇനി അത് ചെയ്യണമെന്നുള്ളവർക്ക് അത് ചെയ്യാം. ക്ലിയർ ആയോ പറഞ്ഞ്? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമ്മളെ 4 ഓപ്ഷൻ എന്ന് പറയുന്നത് 100 200 1000 500 എന്നാണെന്ന് വയ്ക്കുക എന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ ആദ്യം 100നെ നോക്കുകയാണ്. 100ൻ്റെ 10% 20%. 100ൻ്റെ 10% എന്ന് പറയുന്നത് 100ൻ്റെ 10% 10 ഇനി അതിൻ്റെ 20% എടുക്കണം. 10ൻ്റെ 10% എന്ന് പറയുന്നത് 1, 20% 2. അപ്പോൾ അതല്ല ഉത്തരം. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? 100ൻ്റെ 10% 20% നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സാമിന് 4 ഓപ്ഷൻ തന്നിട്ടുണ്ടെന്ന് കരുതുക. നിങ്ങൾക്ക് ഈ മെത്തേഡിലും ചെയ്യാം. അതല്ല ഓപ്ഷൻ എന്ന് വേണമെങ്കിലും അടിക്കാം. ഓപ്ഷൻ എന്ന് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ 100 അല്ലേ? 100നെ നമ്മൾ എടുത്തു വെച്ചു. 100ൻ്റെ 10% 20% 10 വരുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 100ൻ്റെ 10% എത്രയുടെ? 10 അല്ലേ? ഇനി ആ 10ൻ്റെ 20% വീണ്ടും എടുക്കണം. ശരിയല്ലേ? 20% കണ്ടുപിടിക്കാൻ നമ്മൾ 10% കണ്ടുപിടിക്കും. അത് 1. ഇനി അതിൻ്റെ ഇരട്ടി എടുത്താൽ 2. അതല്ല ഉത്തരം. അപ്പം 100 അല്ല. ഇനി നമുക്ക് 200 നോക്കാം. 200ൻ്റെ 10% 20. ഇനി ആ 20ൻ്റെ 20%. 20ൻ്റെ 20% കണ്ടുപിടിക്കാൻ നമുക്ക് അറിയത്തില്ല. നമ്മൾ ആദ്യം 10% കണ്ടുപിടിക്കും. 2. അപ്പോൾ 20% 4. 4 അല്ല നമുക്ക് വേണ്ട, 10 ആണ്. അപ്പോൾ അതുമല്ല. ഇനി 1000ന് നമുക്ക് നോക്കാം. 1000ൻ്റെ 10% 100. 100ൻ്റെ 20%. 100ൻ്റെ 20% കണ്ടുപിടിക്കാൻ 100ൻ്റെ 10% 10, 20% 20. അപ്പോൾ 20 അല്ല, നമുക്ക് വേണ്ടത് 10 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3ാമത്തെ ഓപ്ഷനും അല്ല. അപ്പോൾ നമ്മളിവിടെ 3 തവണ ചെയ്ത് നോക്കിയില്ലേ? അപ്പോൾ നമ്മൾ അത്രയും സമയം പോകും. ഇനി 4ാമത്തെ ഓപ്ഷൻ നോക്കി. 500ൻ്റെ 10% 50. 500ൻ്റെ 10% 50. 500ൻ്റെ 10% എത്രയാണ്? 50. ഇനി 50ൻ്റെ 20%. 50ൻ്റെ 10% 5. 50ൻ്റെ 10% 5. 20% 10. അപ്പോൾ നമുക്ക് 10 കിട്ടി. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓപ്ഷനിൽ നിന്നാണ് ഇത് അടിക്കാൻ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ സമയം ഫുള്ള് പോകാൻ സാധ്യതയുണ്ട്.
സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ മെത്തേഡിൽ മാത്രം ചെയ്യാം. എൻ്റെ ഒരു സജഷനാണ്. നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ എക്സ് ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത മാക്സിമം ചോദ്യങ്ങൾ നമുക്ക് ഷോർട്ട് കട്ട്സ് തന്നെ യൂസ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് എന്ത് വരും? ഒരു സംഖ്യയുടെ പകുതിയുടെ 30% എന്ന് പറയുന്ന 60 സംഖ്യ എന്തുവാണെന്ന് ചോദിച്ചേക്കുന്നത്? ഒരു സംഖ്യ എക്സ്, അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 2/1, അതിൻ്റെ 30% ഇൻറ്റു 30/100, ഇതാണ് 60 എങ്കിൽ സംഖ്യ എന്തുവാടെയെന്നാ ചോദ്യം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? എക്സ് കണ്ടുപിടിക്കാൻ 60 താഴെയുള്ള 2ഉം താഴെയുള്ള 100ഉം മുകളിൽ പോവും, ഡിവൈഡ് ബൈ മുകളിലുള്ള 30 താഴെ വരും. 30 കൊണ്ട് 60 വെട്ടിയാൽ 2, 2 ഇൻറ്റു 4 2 4 4 100 400. നമ്മുടെ ആൻസർ 400 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ പരിപാടി മനസ്സിലായല്ലോ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ചെയ്യാനുള്ളത് എക്സ് ഇട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ക്ലിയറായി മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായോ? വീഡിയോ വീണ്ടും റിപ്പീറ്റ് ഒന്ന് കാണാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടൈപ്പാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടൈപ്പ്, ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സൂപ്പർ ടൈപ്പ്. ഒരു സംഖ്യയുടെ 80% 40 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യയാണ്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്നത് നോർമലി നമുക്ക് ചെയ്യാം, നമ്മൾ റാങ്ക് ഫയലിലൊക്കെ മറ്റും കാണുന്ന രീതിയിൽ ചെയ്യാം. ഒരു 7, 8, 9 സ്റ്റെപ്പോളം നീണ്ടു നിൽക്കുന്ന ഒരു മെത്തേഡാണ് അതിൽ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ടൈം ഫുള്ള് പോകും. ഇതെങ്ങനെ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാം? ഫാസ്റ്റായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. അതായത് ഏതോ ഒരു സംഖ്യ, ആ സംഖ്യയുടെ 80% 40 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? ആ സെയിം സംഖ്യ തന്നെ കിട്ടി എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഒന്ന് നോക്കിയടെ, ഒരു സംഖ്യയുടെ അതായത് ഈ സംഖ്യയുടെ 80% 40 കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ കിട്ടിയെന്ന്. ഓക്കെ, ഇനി നമ്മൾ ആലോചിച്ച് നോക്കി. ഈ അതേ സംഖ്യ എന്ന് പറഞ്ഞാൽ അത് 100% അല്ലേ? ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതേ സംഖ്യ എന്ന് പറഞ്ഞാൽ 100% അല്ലേ? 50 മാർക്കിൻ്റെ പരീക്ഷ നടത്തിയപ്പോൾ എനിക്ക് അതേ സംഖ്യ തന്നെ മാർക്കായി ലഭിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് 100% മാർക്ക് ലഭിച്ചു എന്നാണ്. ശരിയല്ല? ശരിയാണോ? അല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 80% 40 കൂട്ടുമ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% 40 കൂട്ടുമ്പോൾ 100% തന്നെ ലഭിക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഈ 40 എന്ന് പറയുന്നത് എത്ര ശതമാനത്തിന് തുല്യമായിരിക്കും? ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലൊന്ന് വന്നു കഴിഞ്ഞു ആൻസർ. 80% എത്ര ശതമാനം കൂട്ടുമ്പോഴായിരിക്കും ഇവിടെ 100% കിട്ടുന്നത്? കറക്റ്റ്, 20% അല്ലേ? എന്ന് പറഞ്ഞാൽ ആ 20% അല്ലേ 40 എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ 80% 20% കൂട്ടുമ്പോൾ 100% ആ സംഖ്യ കിട്ടുന്നത്. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ കൂടെ ഒന്ന് ആലോചിച്ച് പറ. 80% 40 കിട്ടുമ്പോൾ കൂട്ടുമ്പോൾ അതേ സംഖ്യ തന്നെ കിട്ടും. അതേ സംഖ്യ എന്ന് പറഞ്ഞാൽ 100%. അതേ സംഖ്യ എന്ന് പറഞ്ഞാൽ 100%. അതായത് 80 20% കൂട്ടുമ്പോൾ 100% കിട്ടും. എങ്കിൽ ആ 100%ആണ്, എങ്കിൽ ആ 20%ആണ് 40. 80% 20% കൂട്ടുമ്പോൾ 100% കിട്ടുമെങ്കിൽ ആ 40 എന്ന് പറയുന്നത് ഏതിന് തുല്യമായിരിക്കും? 20% തുല്യമായിരിക്കും. 20% 40 ആണെങ്കിൽ നമുക്ക് സംഖ്യ കണ്ടുപിടിക്കണം. സംഖ്യ എന്ന് പറഞ്ഞാൽ 100%. നിങ്ങളുടെ കയ്യിൽ എത്ര ശതമാനം ഉണ്ടെങ്കിലും നമുക്ക് അതിൽ നിന്ന് 100% കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? 20% 40 ആണെങ്കിൽ 1% കണ്ടുപിടിക്കാൻ 40/20. ഓക്കെ അല്ലേ? ഇനി അതിൽ നിന്ന് 100% കണ്ടുപിടിക്കാൻ, ആ സംഖ്യ കണ്ടുപിടിക്കാൻ 40/20 ഇൻറ്റു 100. 20 100 വെട്ടി 5, 20 100 വെട്ടി 5, 5 4 20, 200. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 200. ക്ലിയർ അല്ലേടെ? അപ്പോൾ 200 സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്തേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. 80% 40 കൂട്ടുമ്പോഴാണ് അതേ സംഖ്യയായ 100% കിട്ടുന്നത്. അതായത് 20% കൂട്ടുമ്പോഴാണ് 100%ആയി മാറുന്നത്. 20% 40 എങ്കിൽ 1% കണ്ടുപിടിക്കാം. അതിൽ നിന്ന് 100% കണ്ടുപിടിക്കാം. പക്ക. ഓക്കെ അല്ലേ? അതേപോലെ ഇതും ഒന്ന് പറഞ്ഞ്
ഒരു സംഖ്യയുടെ 60% 200 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ എന്താ? എൻ്റെ കൂടെ പറ. ഒരു സംഖ്യയുടെ 60% 200 കൂട്ടുമ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കും. അതായത് 100% തന്നെ ലഭിക്കും. അതേ സംഖ്യ എന്ന് പറഞ്ഞാൽ 100%. എങ്കിൽ 200 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും ഇവിടെ? അവിടെ 60% എത്ര ശതമാനം കൂട്ടുമ്പോഴാണ് 100% ആവുന്നത്? പറ. അത് തന്നെ 40%. എങ്കിൽ ആ 40% 200. ഓക്കെ അല്ലടേ? 40% 200 എങ്കിൽ നമ്മൾ 100%. ആ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? 40% 200 എങ്കിൽ അതിൽ നിന്ന് 1% 200/40 എങ്കിൽ 100% കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 200/40 × 100. ശരിയല്ലേ? 200നെ 40 കൊണ്ട് വെട്ടാം. 40 200-ൽ 5 പ്രാവശ്യം. സംശയം ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. 4 5 20. ശരിയല്ലേ? ദെൻ 5 × 100 500. സോ നമ്മുടെ ആൻസർ എന്തെന്ന് കിട്ടും? 500 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ചെയ്ത മോഡൽ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ എത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കുക. അതായത് അതേ സംഖ്യ തന്നെ ലഭിക്കുമെന്ന് പറയുമ്പോൾ 100%. പിന്നെ എത്ര ശതമാനമാണ് കൂട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അതിൽ നിന്ന് ആൻസറിലേക്ക് പോവാം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് ആ ഒരു മോഡൽ അങ്ങ് ഫിനിഷ് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ 2 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഒരു സംഖ്യയുടെ 75% 250 കൂട്ടിയാൽ ആ സംഖ്യ തന്നെ ലഭിക്കുമെന്നാണ് നമ്മൾ ചെയ്തത്. ഇവിടെ ചെയ്യുന്നത് ആ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുമെങ്കിൽ സംഖ്യ എന്ത്? അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു തന്നെ. ഒരു സംഖ്യയുടെ 75% 250 കൂട്ടുമ്പോൾ ആ സംഖ്യയുടെ എന്ത് ലഭിക്കും? ഇരട്ടി ലഭിക്കും. ഇരട്ടി. ഒന്ന് ഓർത്ത് എന്നോട് പറഞ്ഞേ. ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്തുവാ? നേരത്തെ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ 4 കേക്കുണ്ട്. എൻ്റെ ഇരട്ടി കേക്ക് അപ്പുറത്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? 200% എന്ന് പറയും. 3 ഇരട്ടി 300%, 4 ഇരട്ടി 400% എങ്കിൽ 5 ഇരട്ടി 500%, 6 ഇരട്ടി 600%, 7 ഇരട്ടി 700% എങ്കിൽ ആ സംഖ്യയുടെ ഇരട്ടി എന്ന് പറയുമ്പോൾ ഞാനിവിടെ എഴുതും 200% എന്ന്. ഇനി എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. 75% എത്ര ശതമാനം കൂട്ടുമ്പോഴായിരിക്കും 200% കിട്ടുക? എൻ്റെ കൂടെ ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. 75% 125% കൂട്ടുമ്പോഴായിരിക്കും നമുക്ക് 200% കിട്ടുന്നത്. എന്തായാലും പ്രശ്നമുണ്ടോ? നോക്കണേ. 75% 125% കൂട്ടുമ്പോഴായിരിക്കും 200 കിട്ടുന്നത്. അർത്ഥം എന്തുവാ? 125% ഈ പറഞ്ഞ 250. ഇതിൽ നിന്നും നമുക്ക് 1% കണ്ടുപിടിക്കാം. 250/125. നമുക്ക് വേണ്ടത് സംഖ്യ എന്തെന്നാണ് എങ്കിൽ സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും 100%. അപ്പോൾ എന്ത് ചെയ്യണം? 100% എന്ന് പറയുന്നത് 250/125 × 100. വെട്ടാൻ പറ്റുന്ന നമ്പറുകളാണ് തന്നേക്കുന്നത്. 125ൻ്റെ ഇരട്ടിയായി 250. സോ 2 × 100 200. സോ നമ്മുടെ ആൻസർ എത്ര? 200. അതായത് 250 കൂട്ടുമ്പോൾ, അതായത് ഒരു സംഖ്യയുടെ 75% 250 എടുത്ത് വെച്ച് കൂട്ടിയാൽ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുമെങ്കിൽ സംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 200 ആയിരിക്കും. ഓക്കെ അല്ലാടെ? അപ്പോൾ നമ്മൾ ചെയ്ത പരിപാടി എന്തുവാ? 75നോട് 250 കൂട്ടുമ്പോൾ, 75% 250 കൂട്ടുമ്പോൾ 200% എന്ന് കിട്ടും. എങ്ങനെ 200% എന്ന് കിട്ടും? ഇരട്ടി ആയതുകൊണ്ട് 200%. എങ്കിൽ 125% ആയിരിക്കും 250 എന്ന് പറയുന്നത്. അതിൽ നിന്ന് ബാക്കി പരിപാടി പോകും. അതേ പരിപാടി എൻ്റെ കൂടെ അവിടെ ഒന്ന് പറഞ്ഞേ. 50% 450 കൂട്ടുമ്പോൾ ആ സംഖ്യയുടെ ഇരട്ടി, അതായത് 200% ലഭിക്കും. ഓക്കെ, ഇനി 50% എത്ര ശതമാനം കൂട്ടുമ്പോഴായിരിക്കും 200% വരിക? 150%. ഓക്കെ അല്ലേടെ? എങ്കിൽ 150% 450 എങ്കിൽ എൻ്റെ കൂടെ പറ. 1% എന്ന് പറയുന്നത് 450/150 എങ്കിൽ 100% എന്ന് പറയുന്നത് 450/150 × 100. 150 3 പ്രാവശ്യമാണ് 450-ൽ. വെട്ടാൻ പറ്റുന്ന രീതിയിലുള്ള നമ്പറുകളെ PSC തരൂ. വളരെ സ്നേഹമുള്ള ആളാണ് PSC.
3 × 100 300. സോ നമ്മുടെ ആൻസർ എത്ര എന്ന് കിട്ടുന്നു? 300. ഓക്കെ അല്ലേ? അപ്പോൾ ചെയ്ത പരിപാടി മനസ്സിലായല്ലോ. ഇരട്ടി എന്ന് പറയുമ്പോൾ 200%. ഇനി 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ 300% എന്ന് എഴുതണം. 4 ഇരട്ടി കിട്ടും എന്ന് പറഞ്ഞാൽ 400% എഴുതണം. 5 ഇരട്ടി കിട്ടും എന്ന് പറഞ്ഞാൽ 500% എഴുതണം. മാക്സിമം പോയ ഇരട്ടി 3 ഇരട്ടിയൊക്കെ ചോദിക്കുകയുള്ളൂ. സംഭവം ക്ലിയർ ആയെങ്കിൽ മാത്രം നമുക്ക് അടുത്ത ടൈപ്പിലോട്ട് പോകാം. ഒരു അടിപൊളി നല്ല കിടുക്കാച്ച ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഒരു നല്ലൊരു ടൈപ്പ് ചോദ്യമാണ്. അതായത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ PSC പല ചോദ്യങ്ങളിൽ ഇങ്ങനെ പറയാറുണ്ട്, ഒരു സാധനത്തിൻ്റെ വില 10% കൂട്ടിയതിന് ശേഷം 10% ഡിസ്കൗണ്ട് വയ്ക്കുന്നു. അല്ലെങ്കിൽ ഒരു വിമാന കമ്പനി അവരുടെ ടിക്കറ്റ് റേറ്റ് 20% കൂട്ടിയപ്പോൾ യാത്രക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാതെ അവർ വേറെ വണ്ടിയിലേക്ക് കയറി വേറെ ഫ്ലൈറ്റിലേക്ക് കയറി പോയപ്പോൾ അവരുടെ യാത്രക്കാരുടെ എണ്ണം 20% കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവരുടെ വരുമാനത്തിൽ എന്തോ മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ചതുരത്തിൻ്റെ നീളം 10% കൂട്ടി വീതി 10% കുറച്ചുവെങ്കിൽ അതിന് വിസ്തീർണത്തിൽ എന്തോ മാറ്റം ഉണ്ടാകും. ഇത്തരം രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻസിൽ പേപ്പറിൽ കാണാറുള്ളതാണ്. PSCയിൽ പലവട്ടം ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യണം? ഇപ്പോൾ നോർമലി ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നിങ്ങൾ റാങ്ക് ഓഫ് ഫയലിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. സ്ക്വയർ/100 എന്നുള്ള മോഡലാണ് ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. പക്ഷേ ഞാനത് പ്രിഫർ ചെയ്യില്ല. പക്ഷെ അത് തന്നെയാണ് കൂടുതൽ എളുപ്പം. എന്തുകൊണ്ടത് പ്രിഫർ ചെയ്യില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും PSC 10% കൂടി 10% കുറഞ്ഞു, 20% കൂടി 20% കുറഞ്ഞു, 30% കൂടി 30% കുറഞ്ഞു, ആ മെത്തേഡിലല്ല എപ്പോഴും അവർ ചോദിക്കുക. ചില സമയത്തൊക്കെ 10% കൂട്ടി 20% കുറച്ചു, 30% കൂട്ടി 40% കുറച്ചു, 50% കൂട്ടി 20% കുറച്ചു എന്നുള്ള വ്യത്യസ്ത സംഖ്യകളിലും പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങളോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് അറിയണ്ടേ? അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ ടൈപ്പ് ഷോർട്ട് കട്ട്, റാങ്ക് ഫയലും മറ്റും കാണുന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാതെ എൻ്റെ ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. എന്തുവാ ചെയ്യുന്ന പരിപാടി നോക്കാം. അവിടെ ഒരു സാധനത്തിൻ്റെ വില 10% വർദ്ധിച്ചു എന്നല്ലേ പറയുന്നത്. ഒരു സാധനത്തിൻ്റെ വില 10% വർദ്ധിപ്പിച്ചു. എപ്പോഴും ബേസിക് എന്ന് പറയുന്നത് 100%. അപ്പോൾ 100% 10% വർദ്ധിക്കുമ്പോൾ എത്രയായി മാറും? 110% മാറും. ഓക്കെ അല്ലേ? 110%-ന് ഞാൻ 110/100 എന്ന് എഴുതും. ഇനി ഇത് ചെയ്തിട്ട് അയാൾ മിണ്ടാതിരുന്നോ? ഇല്ല. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? 10% ഡിസ്കൗണ്ടിൽ കൊടുത്തു. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചു. 100%-ൽ നിന്ന് 10% പോയാൽ എത്ര വരും? 90%. അപ്പം ഞാൻ 90/100 എന്ന് എഴുതി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് ഇൻറ്റു ചെയ്താൽ മാത്രം മതി. ഇതാ ഈ 2 0 ഈ 2 0 വെട്ടിപ്പോയി. ബാക്കി 11 × 9 99/100 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 99/100 എന്ന് പറഞ്ഞാൽ 99% അല്ലേടെ? നമ്മളെപ്പോഴും /100 വേണം ആൻസർ ഫിനിഷ് ചെയ്യാനായിട്ട്. ഓക്കെ, 99/100 എന്ന് പറഞ്ഞാൽ 99% അല്ലേ? അതായത് നേരത്തെ ആ വസ്തുവിൻ്റെ വില എന്ന് പറയുന്നത് 100% ഇപ്പോൾ അത് 99% കുറഞ്ഞില്ലേ? കുറയുമല്ലേ ചെയ്തത്? എപ്പോഴും 100%. അതിപ്പോൾ 99% കുറഞ്ഞപ്പോൾ ആ കച്ചവടക്കാരൻ പാവപ്പെട്ടവന് എന്ത് സംഭവിച്ചു? നഷ്ടം സംഭവിച്ചു. എത്ര ശതമാനം നഷ്ടം സംഭവിച്ചു? 1% നഷ്ടം സംഭവിച്ചു. ക്ലിയർ ആണോ പറയുന്നത്? ക്ലിയർ ആണോടെ? 1-2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങ് സെറ്റായിട്ട് ക്ലിയറായിട്ട് അടിപൊളിയായിട്ട് വരും. ഓക്കെ, നമുക്കിത് നോക്കാം. ഒരു വിമാന കമ്പനി, ആ വിമാന കമ്പനി എന്ത് ചെയ്തു? 20% ടിക്കറ്റ് റേറ്റ് കൂട്ടി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അത് തന്നെ കൂടെ പറ, 120/100. എന്തുകൊണ്ട് 120? എപ്പോഴും ബേസിക് 100 20% കൂടിയെന്ന് പറയുമ്പോൾ 100ൻ്റെ കൂടെ 20 കൂടിയെന്ന് പറയുമ്പോൾ 120. 120/100 ഇൻറ്റു. അപ്പോൾ എന്ത് സംഭവിച്ചു? യാത്രക്കാർ കുറഞ്ഞു. എത്ര കുറഞ്ഞു? 20% കുറഞ്ഞു. 100% 20% കുറയുമ്പോൾ 80%. സോ 80/100. ഇനി ഈ 2 0 ഈ 2 0 വെട്ടിപ്പോയി കഴിഞ്ഞാൽ 12 × 8 10 80, 11 88, 12 96. 96/100 എന്ന് വരും. 96/100 എന്ന് പറഞ്ഞാൽ 96%. അതിനർത്ഥം 4% കുറവുണ്ടാവുന്നല്ലേ? ശരിയല്ലേ? 96/100 എന്ന് പറഞ്ഞാൽ 96/100 എന്ന് പറഞ്ഞാൽ 96%. 100% ഉണ്ടായിരുന്ന വരുമാനം ഇപ്പോൾ 96% മാറിയെങ്കിൽ കുറഞ്ഞില്ലേ?
അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 4% കുറവെന്നോ നഷ്ടമെന്നോ ഒക്കെ എഴുതാം. നഷ്ടമെന്ന് എഴുതാം. 4% നഷ്ടമെന്നോ അല്ലെങ്കിൽ 4% കുറവ്, വരുമാനത്തിൽ കുറവെന്നോ എങ്ങനെ വേണേലും എഴുതാം. ക്ലിയർ ആയോ പറഞ്ഞ്? അപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമില്ല, മാറ്റി മാറ്റിയൊക്കെ ചോദിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് കട്ട് പഠിക്കാത്ത. ആ ഷോർട്ട് കട്ട് പഠിക്കാതെ നമ്മൾ ഈ ഒരു എൻ്റെ ഷോർട്ട് കട്ട് പഠിച്ചു പോകുന്നത്. ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഏത് വന്നാലും ഈസി ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുണ്ട്, അതിലേത് വന്നാലും ചെയ്യാൻ പറ്റും. ജനസംഖ്യയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ചോദിക്കാറുണ്ട്, അതുപോലെ വരുമാനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ചോദിക്കുന്നത് ഒക്കെ ചെയ്ത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞത് റാങ്ക് ഫയലിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് കാണും. ആ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഷോർട്ട് കട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഇതുപോലുള്ള ഏത് പരിപാടി നടക്കും. എത്ര ശതമാനം കൂട്ടി ഇത്ര ശതമാനം കുറച്ചു, അല്ലെങ്കിൽ ഇത്ര ശതമാനം കൂടിക്കൊണ്ടേയിരുന്നു. 2% രണ്ട് സ്ഥലത്തും കൂടിയാലും 2 സ്ഥലത്തും കുറഞ്ഞാലും, ഒരു സ്ഥലത്ത് കൂട്ടി ഒരു സ്ഥലത്ത് കുറഞ്ഞാലും ഒന്നും നമ്മുടെ പരിപാടിക്ക് ഒരു പ്രശ്നവും വരത്തില്ല. നമുക്ക് അത്തരത്തിലുള്ള എല്ലാ ചോദ്യവും ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ എന്തുവാ, അതായത് നമ്മളിപ്പോൾ റാങ്ക് ഫയലിൽ കാണുന്ന ഷോർട്ട് കട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൂടുകയും ഒരെണ്ണം കുറയുകയും ചെയ്യണം. അത് രണ്ടും എന്തായിരിക്കണം? ഈക്വലും ആയിരിക്കണം. 10% കൂടുകയാണെങ്കിൽ 10% തന്നെ കുറയണം. 20% കൂടുകയാണെങ്കിൽ 20% തന്നെ കുറയണം. എന്നാലേ ആ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 10% കൂടി 10% കുറഞ്ഞു, 20% കൂടി 20% കുറഞ്ഞു, അങ്ങനെയുള്ള വന്നാലും ചെയ്യാൻ പറ്റും. അതേപോലെ കൂടുന്നതും കുറയുന്നതും വ്യത്യസ്തമായാലും ചെയ്യാൻ പറ്റും. കൂടുന്നതും കുറയുന്നതും വ്യത്യസ്തമായാലും നമ്മുടെ മെത്തേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ വ്യത്യസ്ത സംഖ്യകൾ കൂടിയാലും ഒരേ സംഖ്യകൾ കൂടിയാലും, വ്യത്യസ്ത സംഖ്യകൾ രണ്ടും കൂടി, അതായത് 20% കൂട്ടി പിന്നെ 30% കൂട്ടി എന്ന് വന്നാലും, 20% കൂട്ടി പിന്നെ 20% കൂട്ടി എന്ന് വന്നാലും, 30% കുറച്ചു വീണ്ടും 30% കുറച്ചു എന്ന് വന്നാലും, 20% കുറച്ചു പിന്നെ 30% കുറച്ചു അങ്ങനെ വന്നാലും, ഏത് രീതിയിൽ വന്നാലും എൻ്റെ ഈ മെത്തേഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ് മനസ്സിലാകും. നമ്മുടെ ടെക്സ്റ്റിലെ റാങ്ക് ഫയലിലെ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ഷോർട്ട് കട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരെണ്ണം കൂടുകയും മറ്റത് കുറയുകയും ചെയ്യണം. അത് 2 സംഖ്യകൾ തുല്യം തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ റാങ്ക് ഫയലിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ കാലം ഭയങ്കര എളുപ്പമുള്ള മെത്തേഡ്, സമ്മതിച്ചു. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ടൈപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ടൈപ്പ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 2 കൂടിയാലും 2 കുറഞ്ഞാലും, 1 കൂടുകയും 1 കുറഞ്ഞാലും, അതിൽ സംഖ്യകൾ സെയിം ആയാലും വ്യത്യാസമായാലും എന്തായാലും നമ്മുടെ ഈ ടൈപ്പിൽ ആടിപ്പൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ശരി, എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അവിടെ ഒരു സാധനത്തിൻ്റെ വില 20% വർദ്ധിപ്പിച്ചില്ലേ? അപ്പോൾ എന്ത് വരും? 20% വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്നോട് പറയും 120%, 120/100 എന്ന് പറയും. 10% കുറയ്ക്കുമ്പോൾ നിങ്ങൾ എന്നോട് പറയും 10% എന്ന് പറയുമ്പോൾ 100ൽ നിന്ന് 10% പോയാൽ 90%, 90/100 എന്ന് എന്നോട് പറയും. ശരിയല്ലേ? ഈ 2 പൂജ്യം വെട്ടിപ്പോയി കഴിഞ്ഞാൽ 12 9 108/100. 108/100 എന്ന് പറഞ്ഞാൽ 108%. എപ്പോഴും ബേസിക് എന്ന് പറയുന്ന 100%. 100% നേരത്തേക്ക് 100% നമുക്ക് 99%-ആയി കുറയുകയും 100% 96%-ആയി കുറയുകയും ചെയ്തെങ്കിൽ, ഇവിടെ 100% 108%-ആയി കൂടി. അതായത് അവിടെ വിലയിൽ വരുന്ന മാറ്റം 8% വർധനവ്. 8% കൂടുന്നു, 8% വർധനവ്. ഓക്കെയാണ്? ഓക്കെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. ഒരു ചതുരത്തിൻ്റെ നീളം 30% വർദ്ധിപ്പിക്കുകയും വീതി 20% കുറയ്ക്കുകയും ചെയ്ത വിസ്തീർണത്തിൽ വരുന്ന മാറ്റം എന്തെന്നാ ചോദ്യം. 30% വർദ്ധിപ്പിച്ചെങ്കിൽ നിങ്ങൾ എന്നോട് ഇപ്പം പറയും, സാറേ 130%, 130/100 എന്ന് പറയും. ഇൻറ്റു 20% കുറച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നോട് പറയും, സാറേ 100ൽ നിന്ന് 20 പോയിട്ട് 80%, 80/100 നിങ്ങൾ എന്നോട് പറയും. ഈ 2 പൂജ്യം വെട്ടി 13 × 8 13 18 80 3 8 24 104/100. അപ്പം നിങ്ങൾ എന്നോട് എന്ത് പറയും? 104% എന്ന് പറയും. അതായത് 100% ഉണ്ടായിരുന്ന സാധനം ഇപ്പോൾ 4% കൂടെ കൂടി. 4% വർധനവെന്ന് നിങ്ങൾ എന്നോട് പറയും. ക്ലിയർ അല്ലേടെ?
അപ്പോൾ ഈ മെത്തേഡ് നമ്മുടെ മെത്തേഡിൽ ഏത് പരിപാടിയും നടക്കും, ഏത് പരിപാടിയും നമ്മുടെ മെത്തേഡിൽ പെർഫെക്റ്റ് ഓക്കെയാണ്. ഓക്കെ, അതാ 2 ചോദ്യം കൂടെ, ഇതുമായി ബന്ധപ്പെട്ട 2 ചോദ്യം കൂടെ നമുക്ക് ചെയ്ത് അതങ്ങ് കിടിലമാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏത് ടൈപ്പും ഇവിടെ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? ഒരു സമചതുരത്തിൻ്റെ വശങ്ങൾ 20% വീതം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിസ്തീർണത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്തുവാടെ എന്നാ ചോദ്യം. അപ്പോൾ നമ്മളെ ചെയ്യേണ്ട പരിപാടി എന്തോ, ഇവിടെ സമചതുരത്തിനെ സംബന്ധിച്ച് നീളവും വീതിയില്ല, വശവും വശവുമാണ്. ആ ഒരു കാര്യം കൂടെ ഓർമ്മിച്ചോളണം. നേരത്തെ ചതുരമായപ്പോൾ നമുക്ക് നീളത്തിൻ്റെ ശതമാനവും വീതിയുടെ ശതമാനം ഇൻഡ് ചെയ്താനുണ്ടായിരുന്നെങ്കിൽ ഇവിടെ സമചതുരമാകുമ്പോൾ നീളവും വീതിയില്ല, വശവും വശവുമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വശം, സമചതുരത്തിൻ്റെ വിസ്തീർണം നമുക്കറിയാം വശം ഇൻടു വശം എന്നാണ്, എല്ലാവർക്കും അറിയാവുന്ന പരിപാടിയാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു വശം 20% വർദ്ധിച്ചെങ്കിൽ നിങ്ങൾ എന്നോട് എന്തോ പറയും? 120/100 എന്ന് എന്നോട് പറയും ആണല്ലോ. ഇനി അടുത്ത വശവും വശവും തന്നെയാണ്, അടുത്ത വശവും എന്ത് തന്നെയാണ്? 20% തന്നെയാണ് വർദ്ധിച്ചത്. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഈ 2 സ്ഥലത്തും എഴുതേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. കാരണം സമചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വശം ഗുണം വശം, വശം ഗുണം വശം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു വശം, അത് 20% കൂടി ഇൻടു രണ്ടാമത്തെ വശം അവന് 20% കൂടിയെങ്കിൽ 120/100. 2 0 ഇവിടെ വെട്ടി, ബാക്കി 12 × 12 144/100 എന്ന് എഴുതുമ്പോൾ നിങ്ങൾ എന്നോട് എന്തോ പറയും? 144% എന്ന് പറയും. അപ്പം നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയും, സാറേ അതായത് 100% ഉണ്ടായിരുന്ന സാധനം, വിസ്തീർണം, പരപ്പളവ്, ഏരിയ അവനിപ്പോൾ 140% മാറി. 144% മാറിയെങ്കിൽ അവൻ്റെ വിസ്തീർണത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് 44% വർധനവ് എന്ന് ഞാൻ പറയും. ഓക്കെ അല്ലേ? നിങ്ങളും പറയും. ഇനി ഈ ചോദ്യം കൂടെ ചെയ്ത് നമുക്ക് ആ ഒരു മെത്തേഡ് അങ്ങ് ഓക്കെ ആക്കി മാറ്റാം. അപ്പോൾ അടുത്ത ചോദ്യം, ഒരു സമചതുരത്തിൻ്റെ വശങ്ങൾ 10% വീതം കുറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ ടൈപ്പിൽ ചെയ്യുന്നത് എല്ലാം ഒന്ന് ഓർമ്മിക്കുക. 1 കൂടി 1 കുറഞ്ഞു സെയിം നമ്പർ ആയാലും വേറെ നമ്പർ ആയാലും നമ്മൾ ചെയ്യും. 2 കൂടി സെയിം നമ്പർ ആയാലും വേറെ നമ്പർ ആയാലും നമ്മൾ ചെയ്യും. 2 കുറഞ്ഞു സെയിം നമ്പർ ആയാലും വേറെ നമ്പർ ആയാലും നമ്മൾ ചെയ്യും. റാങ്ക് ഫയലിൽ നിങ്ങൾ പഠിച്ച ആ ഒരു ഷോർട്ട് കട്ട് ഒരൊറ്റ ടൈപ്പിന് മാത്രമേ പറ്റുള്ളെങ്കിൽ നമ്മൾ ഏകദേശം 6 ടൈപ്പ് ചോദ്യങ്ങളും ഒറ്റ പരിപാടിയിൽ ക്ലിക്ക് ചെയ്തെടുക്കും. അപ്പോൾ ഇവിടെ എന്താ, ഒരു സമചതുരത്തിൻ്റെ വശങ്ങൾ 10% വീതം കുറഞ്ഞാൽ വിസ്തീർണത്തിൽ വരുന്ന മാറ്റം വശം ഇൻടു വശമാണ്. ഒരു വശം എന്ന് പറയുന്നത് 10% കുറഞ്ഞ് 90/100 എന്ന് നിങ്ങൾ എന്നോട് പറയും. അടുത്തതും 90/100 എന്ന് നിങ്ങൾ എന്നോട് പറയും. ശരിയല്ലേ? വശം ഇൻടു വശം, ഒരു വശം 10% കുറഞ്ഞു, വശങ്ങളെല്ലാം 10% വീതം തന്നെയാണ് കുറയുന്നത്. വശം ഇൻടു വശമാകുമ്പോൾ രണ്ടും 10% വീതം തന്നെയാണ് കുറയുന്നത്. 0 0 വെട്ടിപ്പോയി, ബാക്കി 9 9 81/100, അതായത് 81%. അപ്പം നിങ്ങൾ എന്നോട് പറയും, സാറേ 100% ഉണ്ടായിരുന്ന സാധനമായിരുന്നു, ഏരിയ ആയിരുന്നു, പരപ്പളവായിരുന്നു, വിസ്തീർണമായിരുന്നു, അവനിപ്പോൾ എത്രയായി മാറി? 81% കുറഞ്ഞു. അതായത് വിസ്തീർണത്തിൽ 19% ഇടിവ്, കുറവ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ അല്ലേ? പെർഫെക്റ്റ് ആണല്ലോ.